മഹാനായ EMSന്റെ ജന്മദിനമാണെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ജന്മദിനം ആഘോഷിക്കാതിരുന്ന EMSന്റെ ഈ ജന്മദിനം EMSന്റെ ചിന്തകൾ ഓർക്കാനുള്ള ദിനം കൂടിയാണ്. തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. ഏലംകുളക്കൽ മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS നമ്പൂതിരിപ്പാട് 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കുന്തിപ്പുഴയുടെ തീരത്ത് ഏലംകുളം മനയ്ക്കൽ ജനനം. ഇന്ത്യൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളീയ കമ്മ്യൂണിസത്തിന്റെ താത്വികാചാര്യനും ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു. പതിറ്റാണ്ടോളം നീണ്ട തന്റെ പൊതുജീവിതത്തിലും വിപ്ലവ പ്രവർത്തനത്തിലും EMS നമ്പൂതിരിപ്പാട് രാജ്യത്തിന്റെ പുരോഗമന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ ജാതിക്കെതിരായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സജീവമായി. വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നായകനെന്ന നിലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല EMSന്റെ ജീവിതം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവതരിപ്പിച്ച രാമരാജ്യ സിദ്ധാന്തത്തിനും സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു അവതരിപ്പിച്ച സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിലൂന്നിയ ബൂർഷ്വാ സോഷ്യലിസത്തിനും പകരം ആദ്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് പാതയുടെ മാർക്സിസ്റ്റ് ശില്പികളിൽ പ്രമുഖനാണ് EMS. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും. സമൂഹതലത്തിലെ വർഗസമരത്തെ മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ ജനപക്ഷത്തു നിന്നും നയിക്കുന്നതോടൊപ്പം ആശയതലത്തിൽ വർഗസമരത്തിൽ ദൈനംദിനമായി ഇടപെട്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നതിന് മറ്റാരേക്കാളും വേറിട്ട സംഭാവനയാണ് EMS നൽകിയത്. പാർട്ടി നയരൂപീകരണത്തിലും സംഘടന കെട്ടിപ്പടുക്കുന്നതിലും മാത്രമല്ല, ബൂർഷ്വാ പത്രപ്രവർത്തനത്തിൽ തുടങ്ങി തൊഴിലാളി വർഗ പത്രപ്രവർത്തനത്തിലേക്കും സാഹിത്യരംഗത്തും ചരിത്രരചനയിലും ആസൂത്രണ ഭരണരംഗത്തും എല്ലാ തലങ്ങളിലും ഒരുപോലെ ഇടപെടുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു EMS. എഴുത്തിലും നിലപാടുകളിലും പുതിയ സ്വാധീനം വരുത്തി. സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും EMS സ്വയം തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്ന വൈകാരിക തലത്തിൽ ബോധപൂർവം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ശൂന്യമായ ക്യാൻവാസിൽ ഭാവി കേരളത്തെ വരച്ച EMS കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാനായ പ്രതിഭ. ഭൂമിയുടെ അടിമകളെ ഭൂമിയുടെ ഉടമകളാക്കിയ വിപ്ലവ ഇതിഹാസം സഖാവ് EMS. ശരണ്യ പൊയ്യേരി, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.